മോഹൻലാൽ ആരാധകർ കാത്തിരുന്ന ആ ദിവസം എത്തിക്കഴിഞ്ഞു. പ്രേക്ഷകരെ ഹരം കൊള്ളിപ്പിച്ച് എമ്പുരാൻ ആദ്യ പകുതി. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഫസ്റ്റ് ഹാഫ് പിന്നിട്ടതോടെ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കിടിലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രൻ പടമെന്നും അടിപൊളി പടമെന്നും എല്ലാമാണ് പ്രേക്ഷകർ സിനിമയെ വിശേഷിപ്പിച്ചത്. ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ചിത്രം മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നതെന്നും ചിലർ പ്രതികരിച്ചു. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ തകർത്തെന്നും ആരാധകർ പറയുന്നു. എമ്പുരാൻ കളക്ഷൻ 1000 കോടി കടക്കുമെന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം. മലയാളത്തിലെ ഹോളിവുഡ് മൂവിയെന്നും ചിലർ എമ്പുരാനെ വിശേഷിപ്പിച്ചു. രോമാഞ്ചമുണ്ടാക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളതെന്നും പടം സ്വാഗാണെന്നും മറ്റൊരാൾ പറഞ്ഞു. മേക്കിങ്ങിൽ ചിത്രത്തിന് 100-ന് മുകളിൽ മാർക്ക് നൽകാമെന്നും ഇന്റർവെല്ലിനിടെ പ്രേക്ഷകർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ് പറ്റിച്ചോ എന്ന സംശയവുമുണ്ട്. സിനിമയിൽ ഫഹദ് ഉണ്ടോ? ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന്റെ ആദ്യ പ്രദർശനം തുടങ്ങിയത്. കേരളത്തിൽ മാത്രം 750ഓളം സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം. മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിനെത്തിയിരുന്നു. കൊച്ചിയിലെ കവിത തിയേറ്ററിലാണ് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാനെത്തിയത്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിവരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു. പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എമ്പുരാന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിനെത്തിയിരുന്നു. കൊച്ചിയിലെ കവിത തിയേറ്ററിലാണ് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാൻ എത്തിയത്. റിലീസിന് മുൻപേ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എമ്പുരാൻ ഭേദിച്ചിരുന്നു. റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം 50 കോടി രൂപ നേടിയെന്നായിരുന്നു അവകാശവാദം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ റിലീസ് ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത്. മാത്രമല്ല 58 കോടിയിലേറെ രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു.